നമസ്കാരം. ഡോൺ പാലത്തറ സംവിധാനം ചെയ്ത് റിമ കല്ലിങ്കൽ, ജിതിൻ പുത്തഞ്ചേരി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ സന്തോഷത്തിന്റെ ഒന്നാം രഹസ്യം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ സംസാരിക്കുന്നത്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം നീസ്ട്രീം എന്ന OTT പ്ലാറ്റ്ഫോമിലാണ് ചിത്രം റിലീസ് ചെയ്തത്. അത് കൂടാതെ എനിക്ക് തോന്നുന്നു വേറെ 2-3 OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടത് നീസ്ട്രീമിലാണ്. ഈ ചിത്രത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഒറ്റ ഷോട്ടിൽ ഏകദേശം 85 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സിനിമയാണ്. ഒറ്റ ഷോട്ടിലാണ് ഈ സിനിമ മൊത്തം ചിത്രീകരിച്ചിരിക്കുന്നത്. റിമ കല്ലിങ്കൽ, ജിതിൻ പുത്തഞ്ചേരി, ഡോൺ പാലത്തറ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ സംഭാഷണം കൈകാര്യം ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാമല്ലേ എങ്ങനെയുണ്ട് സന്തോഷത്തിന്റെ ഒന്നാം രഹസ്യം എന്ന്. 2 പ്രധാന കഥാപാത്രങ്ങളെ ഫോക്കസ് ചെയ്താണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. ജേർണലിസ്റ്റായ മരിയയുടെ ബോയ്ഫ്രണ്ടായ ജിതിൻ സിനിമയിൽ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു നിൽക്കുന്ന ഒരു ആക്ടറാണ്. പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ളൊരു വരുമാനമൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് ജിതിൻ കടന്നു പോകുന്നതും. ഇവർ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരവരുടെ വീട്ടുകാർക്ക് അറിയുകയുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അവർ ജീവിച്ചു പോകുന്നത്. ഒരു സാഹചര്യത്തിൽ മരിയ പ്രഗ്നന്റ് ആണ് എന്ന് അവൾക്ക് തോന്നുകയും അത് ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യാൻ വേണ്ടി പോകുന്നതുമായ ഒരു യാത്രയുണ്ട്. ആ യാത്രയാണ് മൊത്തമായിട്ട് സിനിമ കാണിച്ചു തരുന്നത്. ഒറ്റ ഷോട്ടിൽ ഇവർ യാത്ര ചെയ്യുന്ന കാറിനകത്തെ കാഴ്ചകളാണ് നമ്മളോട് പറയുന്നത്. ഒരു പരീക്ഷണ സിനിമ എന്നതിനപ്പുറം പരിഗണിച്ചാലും രസകരമായ കൈയടിക്കേണ്ട ഒരു അനുഭവം തന്നെയാണ് സന്തോഷത്തിന്റെ ഒന്നാം രഹസ്യം എന്ന ചിത്രം. ഒരൊറ്റ സ്പേസിനെയും അതിനകത്ത് വരുന്ന ആൾക്കാരെയും അവരുടെ സംഭാഷണങ്ങളെയും പരിഗണിക്കുമ്പോഴും പ്രകടനം, സംഭാഷണങ്ങൾ എന്നിവ കൊണ്ട് മികവിലെത്താൻ ചിത്രത്തിന് സാധിക്കുന്നതുകൊണ്ട് നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയാണ്. ജിതിൻ, റിമ എന്നിവർ ഗംഭീരമായി തന്നെ അവർ റോളുകൾ ചെയ്തിട്ടുണ്ട്. മരിയ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ ആയാലും ആ സാഹചര്യത്തിൽ ജിതിന്റെ പ്രതികരണമായാലും ലൈവായി തന്നെ സിനിമയിലുടനീളം കൊണ്ടുപോകുന്നുണ്ട്. നല്ല രസമാണ് ഇവരുടെ ഒരു സംഭാഷണം, ആക്ടിങ് ഒക്കെ കണ്ടിരിക്കാൻ തന്നെ. ഇവരെ കൂടാതെ കാറിനകത്തേക്ക് വരുന്നതും ഫോണിൽ സംസാരിക്കുന്നതുമായ വേറെ കഥാപാത്രങ്ങളും കഥയിൽ വരുന്നുണ്ട് ആ ഒരു ഒഴുക്കിൽ തന്നെ. മറിയയുടെയും ജിതിന്റെയും പ്രസന്റ് സാഹചര്യം ഫോക്കസ് ചെയ്ത് പറയുമ്പോഴും അവർക്കിടയിലുള്ള ഇഷ്ടങ്ങളെ, അനിഷ്ടങ്ങളെ, ആ വ്യക്തികളെ, അവരുടെ സ്വഭാവ സവിശേഷതകളെയൊക്കെ കൃത്യമായി സംഭാഷണങ്ങളിലൂടെ കൊണ്ടുവരാൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. ഷാർപ്പായ ഒട്ടനവധി നിമിഷങ്ങൾ സിനിമ സമ്മാനിക്കുന്നതുകൊണ്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നത്. ഒരു ഘട്ടത്തിൽ ജിതിൻ ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്നുണ്ട്. പക്ഷേ അത് വെറും ഒരു സ്ക്രിപ്റ്റ് വായന അല്ലാതെ എങ്ങനെയാണ് അത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന്. മറ്റൊരു സാഹചര്യത്തിൽ ഒരു സ്ത്രീ അവരുടെ കാറിൽ കയറുകയും അവരുടെ സംസാരവുമുണ്ട്. ഇവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആ സ്ത്രീയുടെ പരാമർശങ്ങളും പിന്നെ അവസാനം ജിതിന്റെ കമന്റും ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇതേ കാർ യാത്രയിൽ മരിയ ഒരു സംവിധായകനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഭാഗങ്ങൾ, അങ്ങനെ സർഫസിൽ ഒരു ചിരിക്കപ്പുറം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പലതും ചേർത്ത് വെച്ച ഒരു കാഴ്ച തന്നെയാണ് സന്തോഷത്തിന്റെ ഒന്നാം രഹസ്യം കാണിച്ചു തരുന്നത്. ഒരൊറ്റ ഷോട്ടിൽ കഥ പറയുമ്പോഴും സംഭാഷണങ്ങളിൽ നിന്നും പ്രേക്ഷകനെ മാറ്റി നിർത്താതെ അവതരിപ്പിച്ചു എന്നതിൽ സംവിധായകൻ കയ്യടി അർഹിക്കുന്നുണ്ട്. പ്രകടനം, സംഭാഷണം എന്നിവയുടെ മികവ് കൊണ്ട് തന്നെ സന്തോഷത്തിന്റെ ഒന്നാം രഹസ്യം കാണേണ്ടുന്ന ഒരു കാഴ്ച തന്നെയാണ്. സിനിമയുടെ ടൈറ്റിൽ സിനിമയ്ക്കുള്ളിലൂടെ സഞ്ചരിച്ച് തന്നെ പ്രേക്ഷകനും അറിയേണ്ടുന്നതായ ഒരു സാഹചര്യമാണ്. അത് രസകരവുമാണ്. സിനിമ കണ്ട ശേഷവും കുറച്ചേറെ നേരം കൂടെ നിൽക്കുന്ന ഒരു അനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. സിനിമ കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.